നസ്ലിന് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള ഹേറ്റേഴ്സ് ആണെന്നുള്ളത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. നമ്മൾ നസ്ലിൻ്റെ ഒരു നല്ല ആക്ടിങ് അല്ലെങ്കിൽ നസ്ലിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് നമ്മളിതിനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ മെൻഷൻ ചെയ്ത സിനിമകളാണ് കുരുതി, അതുപോലെ തന്നെ അയാം കാതലൻ. ഈ രണ്ട് സിനിമയല്ലാതെ നസ്ലിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നസ്ലിൻ എന്ന ഒരു ആക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുന്ന രീതി നോക്കുവാണെങ്കിൽ അങ്ങനത്തെ സിനിമകളില്ല. ബാക്കിയുള്ള ഈ പറഞ്ഞ രണ്ട് സിനിമകൾ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള എല്ലാ സിനിമയിലും നസ്ലിൻ്റെ ഒരേ ടൈപ്പ് സ്റ്റൈലിലുള്ള സ്ലാങ് ആയാലും ആക്ടിങ് ആയാലും അതിൻ്റെ പാറ്റേൺ ആയാലും റോളുകളായാലും എല്ലാം ഒരേ പാറ്റേൺ ആണ്. അങ്ങനെയാണ് നസ്ലിനെ എല്ലാവരും സേഫ് സോൺ ആക്ടർ എന്ന് പറയുന്നത്. സേഫ് സോണിലുള്ള ക്യാരക്ടേഴ്സ് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുക, കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഈ ഫൺ അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിനവ് സുന്ദർ നായക് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മോളിവുഡ് ടൈംസ് അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ കണ്ട സമയത്ത്, അതായത് ആ ഒരു നമ്മളെ പഴയ CD കവർ പോലത്തെ പരിപാടിയിൽ ആ ഒരു ഹാൻഡി ക്യാം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ കണ്ട സമയത്താണ് നസ്ലിൻ എന്ന് പറഞ്ഞ ആക്ടറിനെ അതിനകത്ത് കാണാൻ പറ്റിയത്. നസ്ലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ആക്ടറെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ഈ ഒരു മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയുടെ കവറിൽ വന്ന ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ്. ഞാൻ സിനിമയെക്കുറിച്ച് അധികം പറയുന്നില്ല, നമുക്ക് നസ്ലിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. കാരണം നസ്ലിനെ കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നസ്ലിൻ ഇപ്പം ചെയ്യുന്ന ആ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ സിനിമകൾ മാത്രം ചെയ്യാതെ കുറച്ചും കൂടി തന്നിൽ ആക്ടറെ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ റോളുകളും കൂടി ചൂസ് ചെയ്യണം എന്നുള്ളത്. ഫൈനലി അങ്ങനെ ഒരു നസ്ലിനെ കുറിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നസ്ലിന് ഹേറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, പക്ഷേ അത് നല്ലത് ചെയ്ത അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ നല്ലതിനെ ട്രോളുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് എന്നുള്ളത്. എല്ലാവരും അല്ല, അങ്ങനത്തെ ഓഡിയൻസും അല്ലെങ്കിൽ ഹേറ്റേഴ്സും നസ്ലിനുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നസ്ലിൻ്റെ നാടകമാണ്, അതുപോലെ തന്നെ എവിടെയാണ് ഇതിൽ അഭിനയം, അതുപോലെ ഒരുപാട് ടൈപ്പ് അങ്ങനത്തെ രീതിയിലുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സമ്മതിച്ചു, പലർക്കും മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നതും എനിക്ക് പേഴ്സണലി നല്ല എൻഗേജിങ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിഞ്ഞു പോയെന്ന് തോന്നി. അതിനകത്തെ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ്, നിങ്ങളൊരു ഫിലിം മേക്കർ ആവാൻ വേണ്ടി ഫ്യൂച്ചറിൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ എനിക്കൊരു ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് എടുക്കാം. കാരണം നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് വെളിയിൽ നിന്ന് കാണുന്ന ഒരു കളർഫുൾ ലോകമല്ല സിനിമ എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ലോക്കിയുടെ വീഡിയോ ചെയ്തപ്പോഴും അത് ഞാൻ പറഞ്ഞതാണ്. പുറകിൽ കുറച്ച് ഡാർക്ക് സൈഡ് ഉണ്ട് എന്നുള്ളത് അതൊരു സിനിമയായിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് തന്നെയാണ് മോളിവുഡ് ടൈംസ് എഴുതിക്കുന്നത്. സിനിമാ ലോകത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ആ കാര്യങ്ങളെ മാത്രം കാണിക്കാതെ അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പോലത്തെ ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. അത് ഇന്നെന്നല്ല, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ ഫിലിം മേക്കർക്കും ആ ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സിനിമ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു ഡാർക്ക് സൈഡ്. എന്നിട്ട് അവർക്ക് ഡിസിഷൻ എടുക്കാം ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എല്ലാവർക്കും ദഹിക്കുന്ന സിനിമയല്ല. അതുകൊണ്ട് തന്നെ പലർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല, വർക്കായിട്ടില്ല. പേഴ്സണലി എനിക്ക് വർക്കായി, പക്ഷേ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് പോലെ അത്ര എൻഗേജിങ് അല്ല സെക്കൻഡ് ഹാഫ്. പക്ഷേ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, നസ്ലിൻ എന്ന് പറയുന്ന ആക്ടർ അല്ലെങ്കിൽ നസ്ലിൻ എന്ന് പറയുന്ന പെർഫോമർ ഈ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള നസ്ലിൻ, കുരുതി ആയാലും അയാം കാതലിനായാലും ഈ സിനിമകൾ പോലും കടത്തി വെട്ടിയിട്ട് എത്രത്തോളം ഒരു പെർഫോമറാണ് നസ്ലിൻ എന്നുള്ളത് കാണിച്ചു തന്നൊരു സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അഭിനവ് സുന്ദർ നായിക് പറഞ്ഞിട്ടുള്ളത് നസ്ലിൻ എന്ന ആക്ടറിന് ഓൾമോസ്റ്റ് എല്ലാം ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയിരുന്നു, അതിലുള്ള പെർഫോമൻസ് ആയാലും കാര്യങ്ങളൊക്കെ. പിന്നെ ചില കാര്യങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത് പറഞ്ഞെടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നസ്ലിൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു, വണ്ടർഫുൾ ആക്ടറാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡയറക്ടർ അത്രയും കൺവിൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നസ്ലിൻ വളരെ ഈസി ആയിട്ട്, ഒരുപാട് ഹാർഡായിട്ട് കിടന്ന് പരിശ്രമിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നസ്ലിന് ആ ഒരു റോള് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡയറക്ടറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നസ്ലിൻ സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാറിനെ ഡെവലപ്പ് ചെയ്ത് ഒരു ബിസിനസ് വൈസ് മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സിനിമകളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നസ്ലിൻ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും. അപ്പോൾ അത് നസ്ലിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ പ്ലസ് സ്റ്റാർ ആദ്യം വേണ്ട ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ആണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു എൻ്റെ പൊട്ടൻഷ്യൽ പുറത്ത് കാണിക്കാൻ പറ്റുന്ന സിനിമകളും ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നസ്ലിൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊരു ആളിനെ അവൻ ചെയ്യുന്ന സിനിമകളുടെ ലൈനപ്പ് വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് അവരെ വിലയിരുത്തരുത് എന്നുള്ളതിൻ്റെ ഒരു
നല്ലൊരു എക്സാമ്പിളാണ് ഇത്. കാരണം നസ്ലിന് കറക്റ്റ് പ്ലാൻ ഉണ്ട്. ഇപ്പം നസ്ലിന് ഈ പറയുന്ന രീതിയിൽ സന്ദീപിനെ പോലെ തുടക്കം തൊട്ടേ ഇങ്ങനത്തെ ക്യാരക്ടർ ഓറിയൻറ്റഡ് സിനിമകൾ മാത്രം സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂക്കാരെ അവസ്ഥയായിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതേസമയം ലാലേട്ടനെ പോലെ കുറച്ച് സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് വൈസും ഫാമിലി ഓഡിയൻസും ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സിനിമകളിലൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ഒരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ കാണിക്കുന്ന സിനിമകൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ തന്നെയാണ് നസ്ലിൻ എടുത്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നസ്ലിൻ ഒരു സീരിയസ് റോൾ ചെയ്തു. ഇനി വരാൻ പോകുന്ന കുറേ സിനിമകൾ അതൊക്കെ കൊമേഴ്ഷ്യൽ ഫൺ എലമെൻ്റുള്ള നമ്മൾ ഇതുവരെ കണ്ടുവന്ന അതേ പാറ്റേൺ സിനിമകൾ തന്നെയാണ്. ഇപ്പം മട്ടാഞ്ചേരി മാഫിയ ആയാലും അമൽ നീരദ് പടമായിട്ടുള്ള ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ് ആയാലും ടിക്കി ടാക്ക കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഫൺ സിനിമകളായിരിക്കും ഈ സിനിമകളെല്ലാം. എൻ്റർടൈൻമെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ മോളിവുഡ് ടൈംസിൽ കണ്ട ആക്ടറിനെ നമുക്ക് ഇനി കുറച്ച് സിനിമകളിൽ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ പരിപാടി തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യും. അതൊരു ബ്രില്യൻ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ സന്ദീപ് എന്ന് പറഞ്ഞ ആക്ടറും നല്ലൊരു ആക്ടറാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതുപോലൊരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇത്രയും ക്രൗഡ് പുള്ളിങ് ആക്കുക അല്ലെങ്കിൽ ആൾക്കാർക്ക് ലൈക്കബിൾ ആക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ചെയ്യുന്ന സിനിമകൾ ഫുൾ ക്യാരക്ടർ ഓറിയൻറ്റഡ് ആണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. നമ്മളുടെ ടാലൻറ്റിനെ മാത്രം എല്ലാവരും പറയും. പക്ഷേ നമ്മളുടെ സിനിമകൾ OTTയിൽ വന്ന ആൾക്കാരിൽ നിന്ന് കാണണമല്ല, തിയേറ്ററിൽ വന്ന് കാണുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആൾക്കാർ മാറ്റിവെക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നസ്ലിൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ സ്വീകരിച്ചിരിക്കുന്നത്. അടുപ്പിച്ചൊരു 3-4 സിനിമകൾ ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ സിനിമകൾ ചെയ്യുക, പിന്നെ ഒരു നല്ലൊരു ആക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടം ചെയ്യുക, പിന്നെ വീണ്ടും പതിയെ ആ ഒരു പാറ്റേൺ പിന്തുടരുക, വീണ്ടും നല്ലൊരു സിനിമ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ അതെടുത്ത് ചെയ്യുക. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നസ്ലിൻ്റെ കറണ്ട് സ്റ്റേജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നസ്ലിൻ്റെ സേഫ് സോൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പല സിനിമകളും കാണുന്ന സമയത്ത് നമുക്കറിയാം നസ്ലിൻ മോളിവുഡ് ടൈംസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ലെവല്. അപ്പോൾ ഇനി നസ്ലിൻ ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുകളിൽ എക്സ്പെക്റ്റ് ചെയ്യും. അതിന് മുകളിൽ വന്നാൽ മാത്രമേ നമ്മൾ കൈയടിക്കൂ. പിന്നെ പലരും പറഞ്ഞു ഈ സിനിമയിൽ നസ്ലിൻ്റെ മോശമാണ്, ഇതെന്താ നാടകമാണോ, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കുറേ അവന്മാരുടെ ഡയലോഗടി കമൻറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ ഒന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരുത്തൻ്റെ ഫാൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഈ നന്നാവണ കണ്ടുകൂടാത്ത വേറൊരു ടൈപ്പ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവൻ കയറി പോവോ എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ടീംസ്. ഇപ്പം എത്ര ഹേറ്ററാണെങ്കിലും നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം. അതിനെ വേണമെങ്കിൽ നമുക്കൊരു നല്ല ഹേറ്റർ എന്ന് വേണമെങ്കിൽ വിളിക്കുക. നസ്ലിൻ എന്തുകൊണ്ട് ഞാൻ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയാനുണ്ടായ കുറച്ച് കാരണങ്ങൾ നമുക്ക്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നസ്ലിൻ്റെ സ്ലാങ്. സ്ലാങ് ഒരു കൊടുങ്ങല്ലൂർ കൈൻഡ് ഓഫ് ഒരു എല്ലാ സിനിമയിലും ഉണ്ട്. ആ ഒരു നീട്ടലും ഇറക്കലും ആ ഒരു കൈൻഡ് ഓഫ് എല്ലാ സിനിമകളിലും നസ്ലിൻ യൂസ് ചെയ്യുന്ന സ്ലാങ് അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം നസ്ലിൻ ആ ഒരു പാറ്റേൺ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സേഫ് സോൺ എന്ന് പറയുന്നത്. അതേ ഒരേ പാറ്റേൺ നമ്മളും കഴിഞ്ഞ നസ്ലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ലാങ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലാങ്ങുകളൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ മാറ്റം വരുമോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും നല്ലൊരു റിപ്ലൈ തന്നെയാണ് ഇപ്പോൾ മോളിവുഡ് ടൈംസിൽ. ഇതിനകത്ത് നസ്ലിൻ്റെ ആ ഒരു പഴയ സ്ലാങ്, അതായത് കംപ്ലീറ്റ് പെർഫെക്റ്റ് എന്നിപ്പോൾ ഞാൻ പറയുന്നില്ല, മാറ്റമൊന്നും പറയുന്നില്ല, പക്ഷേ ആ പഴയ സ്ലാങ് നമുക്ക് ഓർമ്മ വരില്ല. നസ്ലിൻ്റെ ഈ സിനിമയിലെ ഓരോ ഡയലോഗ് ഡെലിവറി ആയാലും അതിൻ്റെ ആ ഒരു ഇറക്കവും കയറ്റവും ഒക്കെ നോക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇനി സൂര്യത്ത് വരാൻ പോകുന്നൊരു സിനിമ ജിത്തു മാധവൻ്റെ പടം, അതിനകത്തും ഒരു തമിഴ് കൈൻഡ് ഓഫ് ഇതാണ് സംസാരിക്കുന്നത്. അപ്പോൾ സ്ലാങ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് മാറി വരുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ നസ്ലിൻ ചെയ്യുന്നുണ്ട്. ഇനി സ്ലാങ് എന്ന് പറയുന്നത് തന്നെയാണ് പല ആക്ടേഴ്സിനും പണി കിട്ടുന്നത്. കാരണം അവർ ജനിച്ചുള്ള നാടിൻ്റെ ആ ഒരു സ്ലാങ്ങിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു പണിയാണ്. പലതരം റോളുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മമ്മൂക്കായൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് അത്രയും ഇതായിട്ട് പറയുന്നത്? ഓരോ ക്യാരക്ടേഴ്സിനും അതെന്താണ് ഡിസർവ് ചെയ്യുന്ന ആ ഒരു സ്ലാങ് ആയിരിക്കും മമ്മൂക്ക യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒരു നടൻ എന്ന നിലയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ആയി അല്ലെങ്കിൽ അതിൽ നമ്മൾ കൂടുതൽ ഇത് പഠിച്ചു വന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നസ്ലിൻ്റെ ആദ്യത്തെ ക്ലാരിറ്റി സ്ലാങ്ങിലാണ് നസ്ലിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്ലാങ് പാതി മാറിയപ്പോൾ തന്നെ ഈ ഒരു മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നസ്ലിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ആയതായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ റോൾ ചെയ്യുന്ന സമയത്ത് മറ്റ് സിനിമകളിലൊക്കെ ഇത് ഡയറക്ടറിൻ്റെയും കൂടെ കൈയുണ്ട്. മറ്റ് സിനിമകളിലൊക്കെ നസ്ലിൻ്റെ ഇമോഷണൽ റോൾ എന്ന് പറയുന്നത് ഒരുപാട് ബോഡി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇമോഷൻസ് മൊത്തം കൈ കൊണ്ടും മുഖത്തിൻ്റെ ഷേപ്പ് മുഖം അനക്കിയും അല്ലെങ്കിൽ മുഖം പൊത്തിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഇമോഷൻസാണ് നസ്ലിൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഡയറക്ടറിൻ്റെയും പങ്കുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നസ്ലിൻ്റെ
സട്ടിലായിട്ടുള്ള ഇമോഷൻ, വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പൊട്ടി നിൽക്കുന്ന സമയത്തുള്ള ഇമോഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെ മീറ്റർ നടുക്ക് നിൽക്കുന്ന ഇമോഷൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സംഗീതിൻ്റെ ക്യാരക്ടർ നസ്ലിൻ്റെ അടുത്ത് ആ ഒരു പടം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വരും, ഈ കണ്ടു നോക്കിയിട്ട് നിൻ്റെ അഭിപ്രായം പറയാനുള്ളത്. ആ ഒരു സമയത്ത് നസ്ലിൻ്റെ ഒരു സട്ടിലായിട്ടുള്ളൊരു ആ ഒരു ഇമോഷൻ പുറത്ത് വരുന്നത്, അതായത് എല്ലാം ലോസ്റ്റായി എന്നുള്ള രീതിയിലൊരു സട്ടിൽ നിന്ന് പതിയെ പൊട്ടി വരുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ അതിൽ കൺവേ ചെയ്തിട്ടുണ്ട്. നസ്ലിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ എങ്ങനെയാണ് നസ്ലിൻ അത് കാണുന്ന സമയത്ത് നമുക്ക് ഇമ്പ്രസ് ആവുക. കാരണം നമ്മൾ ഇത്രയും സിനിമകൾ കണ്ടു, ഇത്രയും ആക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കണ്ടു, ലെജൻസിൻ്റെ ഇമോഷൻസ്, ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്കയൊക്കെ ഇമോഷൻസ് ഇത് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നസ്ലിനെ പോലുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ജെൻസി, നമ്മൾ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറ ആക്ടേഴ്സ്, അവർ ഇമോഷൻസൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്ത് വരുന്ന ഓരോ കാര്യങ്ങൾ, അതായത് അവരൊക്കെ ഇത്രയും വർഷങ്ങളെടുത്താണ് ഈ രീതിയിലേക്ക് മാറി വരുന്നത്. പക്ഷേ ഇവർക്ക് തുടക്ക സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഈ രീതി കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഷോട്ടിലും നസ്ലിൻ പെർഫോം ചെയ്യുന്നത് അത് മാത്രമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമ മൊത്തത്തിൽ നോക്കിയാൽ നസ്ലിനിൽ നിന്ന് കിട്ടും. പിന്നെ അതിനകത്ത് നിന്ന് ആദ്യത്തെ കുറച്ച് ആ പഴയ കാലഘട്ടങ്ങൾ കാണിക്കുന്ന സമയത്തൊക്കെ നസ്ലിൻ എന്ന് പറഞ്ഞ ആക്ടറിനെ അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ലുക്ക് വൈസ് ആയാൽ പോലും വളരെ വ്യത്യാസമായിട്ട്, അതൊക്കെ ആ ഒരു ഡയറക്ടറിൻ്റെയും കൂടെ ഹോൾഡും കൂടെ അതിനകത്തുണ്ട്. ഇപ്പോൾ പെർഫോമൻസ് വൈസ് ആയാലും ലുക്ക് വൈസ് ആയാലും സ്ലാങ് വൈസ് ആയാലും നസ്ലിൻ എന്ന് പറഞ്ഞ ആക്ടർ ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നസ്ലിനെ അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നസ്ലിന് സേഫ് സോൺ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു സിനിമ നല്ലൊരു റിപ്ലൈ ആണ്. അതിൻ്റെ പേര് കുറച്ച് പേർക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒപ്പീനിയൻ റെസ്പെക്റ്റ്ഫുള്ളി ഞാൻ എടുക്കുന്നുണ്ട്, കാരണം അതെല്ലാവർക്കും പിടിക്കില്ല എന്ന് ഞാൻ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. പക്ഷേ നസ്ലിൻ എന്ന പെർഫോമർ ഒട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല, ഇപ്പോഴും മറ്റേ നാടകം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ടൈപ്പ് ഓഫ് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് കാണുന്ന തന്നെ ആളുടെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ വിലയിരുത്തിക്കോളുക. അതിനൊരു റിപ്ലൈ എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് നല്ലത് ചെയ്തെങ്കിലും അത് നല്ലതെന്ന് പറയാൻ പഠിക്കുക. ഇപ്പം നസ്ലിൻ്റെ കോമ്പറ്റേറ്റർ ആയിട്ടുള്ള സന്ദീപ് പ്രദീപ് ആയാലും ഹാഷിർ ആയാലും ഇവരൊക്കെ ഈ പറയുന്ന ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലുള്ള ആൾക്കാരല്ല. അവരോടെ തന്നെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടി കാലിബറുള്ള ഒരു കോമ്പറ്റേറ്റർ തന്നെയാണ് നസ്ലിൻ, അതിൽ ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നടിപ്പ് ചക്രവർത്തി ജൂനിയർ എന്നിട്ടത്. ജൂനിയർ എന്നിടാനുള്ള കാരണം കാന്ത എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് DQൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന DQനെ മൊത്തത്തിൽ മാറ്റി എഴുതിയ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസാണ് ദുൽഖർ അതിൽ ചെയ്തത്. ദുൽഖറിനൊരു കാന്ത എങ്ങനെ കിട്ടി, അതുപോലെ തന്നെയാണ് നസ്ലിനൊരു മോളിവുഡ് ടൈംസ് കിട്ടിയത്. ചെറുക്കൻ ഇത് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഡിസർവിങ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമ. എന്തായാലും ഇനിയും ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്. എന്തായാലും റീസെൻറ്റ് വീഡിയോസ് ഇവിടെ കൊടുത്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.